ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ കുക്ക് ചെയ്യുന്നത് ഫിഷ് നിർവാണയാണ്. വളരെ ഫേമസ് ആണ് ഷെഫ് പിള്ളയുടെ ഫിഷ് നിർവാണ. അപ്പോൾ അതാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഇടിയപ്പം കഴിക്കാം, പാലപ്പം ഉണ്ടെങ്കിൽ അത് കഴിക്കാം. ഇതെല്ലാം കോമ്പിനേഷനാണ്. ഞാനിവിടെ ഇടിയപ്പമാണ് ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മളെല്ലാം വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുണ്ടാക്കാനെന്ന്. വളരെ ഈസിയാണ്. നമുക്ക് സുഖമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഒരു 600 ഗ്രാമിൻ്റെ നവര ഫിഷാണ് എടുത്തേക്കുന്നത്. ഈ മീനിനാണ് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ട്രിവാൻഡ്രത്ത് പറയുന്നത് നവര, നമ്മളുടെയൊക്കെ നാട്ടിൽ പറയുന്നത് കിളിമീനെന്ന് പറയും. അപ്പം ഞാനത് നല്ല വൃത്തിയാക്കി തലയോടുകൂടെ ചേർത്തിട്ടാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിനാവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ സ്വല്പം ഞാൻ കുരുമുളകും കൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് 1 ടീസ്പൂൺ വിനാഗിരിയിൽ കുഴച്ച് നല്ല ഫിഷിൽ നല്ല പുരട്ടി ഒരു 10 മിനിറ്റ് ഞാനത് മാരിനേറ്റ് ചെയ്ത് വെച്ചു, ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാനത് ഫ്രൈ ചെയ്യാൻ ഇട്ടത്. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ഫിഷാണ്. അപ്പം നമ്മളാണെങ്കിൽ വറക്കുന്നതിന് മുന്നേ നമ്മൾ ആ ഓയിലിൽ കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചൊക്കെ ഇടുമ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കരിയാപ്പിലൊക്കെ ഇടുമ്പോൾ പൊടിയുകയൊന്നുമില്ല, നമുക്ക് കറക്റ്റായിട്ട് പൊടിയാതെ നമുക്ക് കിട്ടും. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ലാസ്റ്റ് ഒരു ടീസ്പൂൺ കൂടെ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തു. ഈ ഫിഷിന് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട. പിന്നെ ഫിഷിന് ഉണ്ടെങ്കിൽ അധികം വേവൊന്നുമില്ല. അപ്പം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇലയിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടി ഞാൻ ചട്ടിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ആ ചട്ടിയിലാണെങ്കിൽ ഞാൻ കുറച്ച് എണ്ണ, അതും വെളിച്ചെണ്ണ തന്നെ ആയിരുന്നു, വെളിച്ചെണ്ണ നല്ല ഒന്ന് തടവി കൊടുത്തു. ഇല്ലയെന്നുണ്ടെങ്കിൽ പുക വരുമ്പം പുകയുടെ ഒരു സ്മെല്ല് വരും, പുകയുടെ ഒരു ടേസ്റ്റും വരും. അപ്പോൾ എന്നിട്ട് ഞാൻ ആ എണ്ണ ഒഴിച്ചിട്ട് തടവിയൊക്കെ കൊടുത്തിട്ട് ഇല വെച്ചിട്ട് ഫിഷ് എടുത്ത് വെച്ചു. പക്ഷേ 2 ഫിഷ് വയ്ക്കാൻ പറ്റിയില്ല, 1 ഫിഷേ വയ്ക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഈ കറിക്കൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചിയും മുളകുവേ ഇടാവൂ. ആ ഇഞ്ചിയൊക്കെ അതിനകത്ത് കിടന്ന് വേവുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുതലായി കഴിഞ്ഞാൽ ആ ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നേ നിൽക്കും. പിന്നെ അതിനകത്ത് ഞാൻ കുറച്ച് കുരുമുളകും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. അടിപൊളി ടേസ്റ്റായിരുന്നു. നമുക്കെല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പക്ഷേ നല്ല കോമ്പിനേഷനാണ്. ഇടിയപ്പത്തിൻ്റെ അപ്പത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ്. ആ തേങ്ങാപ്പാൽ തിളച്ച് വരുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ലാസ്റ്റ് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കരിയാപ്പിലയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തു. അപ്പം നല്ലൊരു ടേസ്റ്റായിരിക്കും, നല്ലൊരു മണവും ഇതെല്ലാം കൂടെ, കരിയാപ്പില, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ. പിന്നെ ആ ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണ അതും കുറച്ച് ലാസ്റ്റ് അതിനകത്ത് ഞാൻ ഇട്ട് കൊടുത്തു. ഞാനിവിടെ ഇടിയപ്പമാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതേപോലെ ഇടിയപ്പം ഉണ്ടാക്കുമ്പം കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റും നല്ല രുചിയായിരിക്കും. നമ്മൾ ആ ഇഡ്ഡലി തട്ടിലുണ്ടാക്കാതെ കുറച്ച് വലുതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഭയങ്കര ടേസ്റ്റും ആയിരിക്കും, സോഫ്റ്റായിരിക്കും. ഞാൻ അങ്ങനെയാണ് ഇന്നുണ്ടാക്കിയത്. ഈ കറിയും ഇടിയപ്പവും അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഇതെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.